സർജറിക്ക് ശേഷമുള്ള എൻ്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും വെയിറ്റിംഗ് ആണെന്നറിയാം. എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഡേ ബൈ ഡേ ഞാൻ ബെറ്ററായി തന്നെ വരുന്നുണ്ട് കേട്ടോ. ദൈവാനുഗ്രഹത്താലും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാലും ഓക്കെ ആയി വരുന്നുണ്ട്. ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, സർജറി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ആശ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ആശ ചേച്ചി എന്ന് പറയുന്നത് ദിനുവിൻ്റെ സിസ്റ്ററാണ്. എൻ്റെ സർജറിയുടെ അന്ന് രാവിലെ വലിയച്ഛനും വല്യമ്മച്ചിയും വന്നില്ലായിരുന്നു. അവരുടെ മോളാണ് ആശ ചേച്ചി. അപ്പോൾ ഇവർ കൊട്ടാരക്കരയാണ് താമസിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ചേച്ചി വന്നു. ചേച്ചി വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് തനുവിൻ്റെ കാര്യമെല്ലാം ഓക്കെ ആയിരുന്നു കേട്ടോ. തനു ഭയങ്കര ഹാപ്പി ആയിരുന്നു. എപ്പോഴും അപ്പച്ചിയുടെ പുറകിൽ തന്നെയായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ സിസ്റ്റർമാർ വന്ന് ഇടയ്ക്കിടയ്ക്ക് BP ചെക്ക് ചെയ്യും, ടെമ്പറേച്ചർ നോക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓക്കെ ആണോ എന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ ഓക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. ഒത്തിരി വ്യത്യാസമുണ്ട്. അങ്ങനെ ദൈവം സഹായിച്ച് പതുക്കെ പതുക്കെ എല്ലാം നോർമലായി തുടങ്ങുന്ന ആ ഒരു വിശ്വാസത്തിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടനും ചേച്ചിയും പിള്ളേരും അച്ഛനും അമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സർജറി കഴിഞ്ഞ് ഉടനെ ഓടി വരണ്ട, 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറയുന്നത്. കാരണം ഞാൻ അത്രയും പെയിനിൽ കിടക്കുമ്പോൾ അവർ വന്നാലും എനിക്ക് സംസാരിക്കാനും എടുക്കാനും ഒന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ കുഞ്ഞിനെ തങ്കുവിനെ ഞാൻ തങ്കം ഉണ്ടായ സമയത്ത് കണ്ടതാണ്. പിന്നെ ഇപ്പോഴാട്ടോ കാണുന്നത്. അപ്പം ഞാൻ പറയായിരുന്നു എനിക്കൊന്ന് എടുക്കാൻ പോലും പറ്റത്തില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഇതാ പൊന്നൂസ് വന്നപ്പോഴത്തേക്കും പിന്നെ പാത്തു ഡബിൾ ഹാപ്പി ആയിട്ടോ. രാവിലെ തൊട്ട് വെയിറ്റിംഗ് ആയിരുന്നു, എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇതാ തങ്കു വന്നപ്പോൾ തന്നെ ഇതാ തനുവിനെ നോക്കിയിരിക്കുകയായിരുന്നു. തനുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തങ്കുവിനെ. എപ്പോഴും നിങ്ങൾ നേരത്തെ വീഡിയോസൊക്കെ ഷോർട്ട് വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം, എപ്പോഴും വീഡിയോ കോൾ ചെയ്താലും തങ്കുവിനെ ഇങ്ങനെ ബേബി എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് അമ്മയും അച്ഛനും ആണെങ്കിൽ ഒരു ലോഡ് സാധനം കൊണ്ടാട്ടോ വീട്ടിൽ നിന്ന് വന്നേക്കുന്നത്. ഉച്ചക്കത്തെ ഊണും വെള്ളവും അങ്ങനെ ഒത്തിരി സാധനങ്ങളുമായിട്ടാണ് വന്നിരുന്നത്. എല്ലാവർക്കും ഉള്ള ഊണൊക്കെ രാവിലെ എണീറ്റ് റെഡിയാക്കി. ഞങ്ങൾ പറഞ്ഞതാണ് ഫുഡൊന്നും കൊണ്ട് വരല്ലേ, ഇവിടുന്ന് ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കുന്നതല്ലേ എളുപ്പം, എന്തിനാ രാവിലെ എണീറ്റ് വെച്ചുണ്ടാക്കി കൊണ്ടുവരുന്നത്. പക്ഷേ എന്താ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവരെല്ലാം ഉണ്ടാക്കി പെറുക്കി വന്നു. അങ്ങനെ അവരെ എല്ലാവരെയും കണ്ടു. പിന്നെ അമ്മ എന്നോട് അന്വേഷിക്കുകയാണ് എങ്ങനെയുണ്ട്, വേദന കുറവുണ്ടോ, ഇന്ന് ഓക്കെ ആണോ എന്നൊക്കെ. അതിനിടയ്ക്ക് ദിനുവാണെങ്കിൽ എനിക്ക് ക്യാൻറ്റീനിൽ നിന്ന് അച്ഛൻ കുറച്ച് കഞ്ഞി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവർ വരുന്നതിന് മുന്നേ. അത് കോരി തരുമായിരുന്നു കേട്ടോ. ഞാനത് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടുപേരുടെ ആ ഹാപ്പിനെസ് ഉണ്ട് അവരുടെ രണ്ടുപേരുടെയും. എല്ലാ തവണയും അവർ ലീവിന് വരുമ്പം കുറച്ച് ദിവസം എന്തായാലും ഒരുമിച്ച് ഇവർ നിൽക്കാറുണ്ട്. ഇത്തവണയാണ് അവർക്ക് ഒന്നിച്ച് നിൽക്കാൻ പറ്റാത്തത്. കാരണം നമ്മുടെ സിറ്റുവേഷൻ ഇതാണല്ലോ. അങ്ങനെ ഇതെല്ലാവരും കൂടെ സന്തോഷമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് കളിച്ചിരികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തനുവാണെ തെരുതെരെ പോയി തങ്കുവിനെ ഇങ്ങനെ തോണ്ടി വിളിക്കുന്നുണ്ട്. തങ്കു പെട്ടെന്ന് എല്ലാവരുടെ അടുത്തൊന്നും പോകത്തില്ല, പെട്ടെന്ന് കരയുമൊക്കെ ചെയ്യും കേട്ടോ. എന്നാലും എല്ലാവരും ഒക്കെ കൊതികൊണ്ട് അവളെ അങ്ങ് എടുക്കും. അങ്ങനെ ഇതാ ദിനു എടുത്തിട്ടുണ്ടായിരുന്നു. ദിനു എടുത്തപ്പോൾ തനുവാണെ പുറകിന് പോയി നിന്ന് കണ്ടില്ലേ, കാലയിലൊക്കെ പിടിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ ഉള്ളിൽ എത്ര പെയിൻ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മൾ കുറച്ച് സമയത്തേക്ക് അതൊക്കെ മറക്കും കേട്ടോ. മക്കളെല്ലാവരും കൂടെ കളിക്കുന്നതും അവരുടെ ആ ഒരു സന്തോഷമൊക്കെ കാണുമ്പം കുറേ നേരത്തേക്ക് ഞാനതെല്ലാം മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം നിന്നുള്ള ഒരു കാര്യം. ഒത്തിരിയും പേരെല്ലാവരും കൂടെ റൂമിൽ നിൽക്കുന്നത് ശരിയല്ലല്ലോ. മാത്രമല്ല സർജറി കഴിഞ്ഞിരിക്കുന്ന സമയം ആയതുകൊണ്ട് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ അതുകൊണ്ട് അവർ കുറച്ച് സമയം നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ, പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു. ഉച്ചയായി വന്നപ്പം ഉച്ചയ്ക്ക് വന്ന് ഫുഡും കഴിച്ച് ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് അവരങ്ങ് തിരിച്ച് പോവുകയാണ് ചെയ്തത്. പിന്നെ ഹോസ്പിറ്റലിൽ നമുക്ക് തുണിയൊക്കെ കഴുകിയിടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ തുണി കഴുകാനായിട്ട് വീട്ടിലേക്ക് കൊടുത്തു വിടും. എന്നിട്ടാകുമ്പോൾ അത് കഴുകി ഉണങ്ങി ആരെങ്കിലും വരുമ്പോൾ കൊടുത്തു വിടും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ തുണിയൊക്കെ കഴുകി എടുത്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം വേണ്ട തുണികൾ മാത്രം കേട്ടോ. പിന്നെ ഡിസ്ചാർജ് ആയോ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ കഴിഞ്ഞ മൺഡേ അഡ്മിറ്റ് ആയതാണ്, ഇതുവരെ ഡിസ്ചാർജ് ആയിട്ടില്ല. ഇത്രയും വലിയൊരു സർജറി കഴിഞ്ഞതല്ലേ, അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ മാറാനായിട്ട് പതുക്കെ സമയം എടുക്കും. അപ്പോൾ ഞാൻ തന്നെ എണീറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടില്ല. ദിനുവിൻ്റെ ഹെൽപ്പ് ചെറുതായിട്ടെങ്കിലും കൂടിയാണ് ഞാൻ എഴുന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ നമ്മൾ ധൃതി വെച്ചിട്ട് കാര്യമില്ലല്ലോ, ടൈം എടുത്ത് തന്നെ നമ്മൾ റിക്കവർ ആവുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇതാ അവർ പോകുകയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഇരുന്ന് പാത്തു ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. പൊന്നു പോകുന്നതിനാണേ കരയുന്നത്. ഞാനങ്ങ് ആശ്വസിപ്പിക്കുകയായിരുന്നു. ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യങ്ങളല്ലേ, ഇതെല്ലാം പറഞ്ഞല്ലേ നമ്മൾ നാട്ടിലേക്ക് വന്നത്. ഇത്തവണ നമ്മൾ നാട്ടിൽ വന്നത് എന്തിനാണ്, അമ്മയ്ക്ക് ഇത്രയും വയ്യാതെ കിടക്കുമ്പോൾ കരയരുതെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയായിരുന്നു. പക്ഷേ അവൾക്ക് നല്ല സങ്കടമായിരുന്നു. പൊന്നുനും അതായിരുന്നു കേട്ടോ, സങ്കടമായിരുന്നു. പക്ഷെ അവൾ കരയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പാത്തു കൂടെ പോയിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ കൂടെ വിട്ട് കഴിഞ്ഞാൽ തനുവിനെ നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പാത്തും കൂടെ ഉള്ളപ്പോൾ അവൾ ഹാപ്പി ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു ദിവസത്തേക്കായിട്ട് അവളെ വിടണ്ടാന്ന് വിചാരിച്ചു.
പിന്നെ ആശ ചേച്ചിയുടെ ഹസ്ബൻഡാണ് ദിലീപ് ഏട്ടൻ കേട്ടോ. ദിലീപ് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിലീപ് ഏട്ടനെയും കണ്ടു. അങ്ങനെ അവർ പോകാനായിട്ട് ഇറങ്ങി. ആദ്യം ചേട്ടൻ പോയി വണ്ടി എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞിട്ട്. പിന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ ഒരുപാട് കറികളും ഒക്കെ ആയിട്ടാണ് ചോറും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും കഴിക്കാനുള്ള ചോറും കറികളും കൊണ്ടുവന്നു. അത് മാത്രമല്ല വൈകിട്ടത്തേക്കും കൂടെ ഞങ്ങൾക്കുള്ളത് വെച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് പിന്നെ തിരിച്ച് പോകുവാണ്. കൊണ്ടുവന്ന കുറേ പാത്രങ്ങളും കഴുകാനുള്ള കുറച്ച് തുണികളും ഒക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പോകാനായിട്ട് ഇറങ്ങി. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പാത്തുവിന് സങ്കടം വയ്യാഞ്ഞിട്ട് പാത്തു കുറേ നേരം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നേ. കുറച്ച് നേരം കഴിയുമ്പോൾ അവളങ്ങ് ഓക്കെ ആവും. അവർ പോയ സമയത്തെ ആ ഒരു സങ്കടമാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളങ്ങ് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. കാരണം അവൾക്ക് പൊന്നുവിൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് അവളുടെ വിഷമം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും തനുവിനും കൂടെ വിഷമമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് സത്യത്തിൽ സംഭവിച്ചത്.